ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് നിരവധി മത്സ്യ കർഷകരുടെ ഉപജീവന മാർഗമാണ് ഇതിനോടകം തന്നെ ആയിരിക്കുന്നത്. എടയാർ വ്യവസായ മേഖലകളിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ പെരിയാർ പുഴയിലേക്ക് തള്ളിയത് കൊണ്ട് നിരവധി മത്സ്യങ്ങളാണ് ചത്തു പൊങ്ങിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. വളരെ ദയനീയമായ വിഷമിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ഒരുപാട് സ്വപ്നങ്ങൾ, ഏകദേശം 10 മാസമാണ് ഇതിൻ്റെ ഒരു വിളവെടുപ്പ് സമയം. ഫെബ്രുവരിയിൽ ഈ മത്സ്യകൃഷി ആരംഭിച്ചതാണ്. കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു അമ്മ ഒരു കുഞ്ഞിനെ 10 മാസം ചുമന്ന് അതിനെ എങ്ങനെയാണോ കാത്തു സൂക്ഷിക്കുന്നത് അതുപോലെ സൂക്ഷിക്കുകയാണ് ഓരോ മത്സ്യ കർഷകരും ഈ മീനുകളെ. അതാണ് ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും ദാരുണമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യർ തന്നെ ഇത്തരത്തിൽ കൂട്ടത്തോടെ ഈ മത്സ്യങ്ങളെ കൊല്ലുക എന്ന് തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കും. അങ്ങനെ കൊന്നൊടുക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നോടൊപ്പം ഇവിടെ മത്സ്യകൃഷി നടത്തുന്ന ഒരു കർഷകൻ കൂടി ചേരുന്നുണ്ട്. വല്ലാത്തൊരു വിഷമത്തിലാണ് അദ്ദേഹം. കാരണം ഫെബ്രുവരിയിൽ വിളവിട്ടതാണ്. ഡിസംബറോടുകൂടി ഇതിനെയൊക്കെ വിളവെടുക്കേണ്ട ഒരു സമയമാണ്. ഏകദേശം 6 ലക്ഷത്തോളം വില കൊടുത്താണ് ഇതിനെയൊക്കെ വാങ്ങിയതും ഇത്തരത്തിൽ ആഹാരമൊക്കെ കൊടുത്ത് സംരക്ഷിച്ചു പോകുന്നതും. ചേട്ടാ, വലിയൊരു വിഷമിപ്പിക്കുന്ന കാഴ്ചയാണിത്. എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ ഒരു 12 മണിയോടെയാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്. എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞാണ് ഇങ്ങനെ പുഴയിൽ മത്സ്യങ്ങൾ ചത്ത് പൊങ്ങുന്നുണ്ട്, അപ്പോൾ നീ നിൻ്റെ കേജിൽ ചെന്ന് നോക്കണോട്ടാന്ന് പറഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പോഴേക്കും കേജിൽ വന്ന് കയറുന്നതിന് മുമ്പ് തന്നെ ഞാൻ പുറത്ത് പുഴയിൽ നോക്കുമ്പോൾ തന്നെ മത്സ്യങ്ങൾ ചത്ത് മയങ്ങി വരുന്നുണ്ട്. അതായത് വലിയ ചെമ്പല്ലി വരെയും ഈ അടുത്തുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ അടുത്തുള്ള തോടുകളിൽ വരെയും ചത്ത് കയറിയിട്ടുണ്ട്. 2 കിലോ 3 കിലോ ഉള്ള ചെമ്പല്ലി. അത്യാവശ്യം പോയിസണിങ് കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ അത് എങ്ങനെയെങ്കിലും അത് രക്ഷപ്പെട്ട് അതിജീവിച്ച് പോരുന്ന സാധനമാണ് ചെമ്പല്ലി എന്ന് പറഞ്ഞ മീൻ. പക്ഷേ അതുവരെയും ഇത്രയും നല്ല രീതിയിൽ ചത്ത് പൊങ്ങുകയും കൊഴുവ, നന്ദൻ, കൂരി അങ്ങനെയുള്ള എല്ലാ മീനുകളും ചത്ത് പൊങ്ങുകയും ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ കേജിലൊക്കെ കയറി നോക്കുമ്പോഴേക്കാണ് ഞാൻ ഈ ഒരു കണ്ടീഷൻ കാണുന്നത്. ഇത് എത്ര ലക്ഷം രൂപയുടെ മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു? ഞാനൊരു 6 ലക്ഷം രൂപയുടെ കാളഞ്ചി കുഞ്ഞുങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കരിമീനും ഏകദേശം ഒരു 1 ലക്ഷം രൂപ അടുത്തുള്ള കരിമീൻ കുഞ്ഞുങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിനുവേണ്ടി ഫീഡിങ്ങിന് വേണ്ടി തന്നെ ഞാനൊരു നല്ല എമൗണ്ട്, ഒരു 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപയോളം ഫീഡിങ്ങിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഇത് തുടർന്നുകൊണ്ട് പോകാനുള്ളൊരു മനസ്സ് അനുവദിക്കുന്നില്ല. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റൂല. ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ. കഴിഞ്ഞ കൊല്ലം ഞാൻ ഇതുപോലെ തന്നെ 5000 കാളഞ്ചി കുഞ്ഞുങ്ങളെ ഏകദേശം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് കിട്ടിയത് 1000 1200 കുഞ്ഞുങ്ങളെയാണ് നമുക്ക് ആദ്യം തിരിച്ചു കിട്ടിയത്. ഡെയിലി ഒരു 50 എണ്ണം 100 എണ്ണം വെച്ചിട്ട് ഡെയിലി പോയിക്കൊണ്ടിരിക്കണമായിരുന്നു. ആ ഒരു വിഷവെള്ളം വിടുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇത് പരാതി നൽകിയിട്ടുണ്ടായിരുന്നോ? ഇത് ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ നമ്മൾ ഫിഷറീസിന്റെ ഇതിലെല്ലാ വകുപ്പുകളിലും നമ്മൾ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ ഒരു നടപടി സ്വീകരിക്കാൻ ആരും തയ്യാറായി. അതായത് ഇപ്പം ഇടയാർന്നുള്ള വിഷവെള്ളമാണ് മെയിനായിട്ട് നമുക്ക് കമ്പനികളിൽ നിന്ന് വരുന്ന രാസവസ്തുക്കളെല്ലാം അടങ്ങിയുള്ള വിഷവെള്ളത്തിൻ്റെയാണ് ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അത് തന്നെയാണ്, കണക്കാക്കപ്പെടാൻ കഴിയാത്തത്ര നഷ്ടമാണ് ഓരോ മത്സ്യ കർഷകനും ഉണ്ടായിരിക്കുന്നത്. ഈ എടയാർ വ്യവസായ മേഖലകളിൽ നിന്നുള്ള രാസമാലിന്യം, അതായത് ഈ അത്രയും രൂക്ഷമായിട്ടുള്ള രാസമാലിന്യമാണ് ഇങ്ങോട്ടേക്ക് ഈ പുഴയിലേക്ക് ഒഴുക്കി വിട്ടിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല ഒരു ദുർഗന്ധം തന്നെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത്രത്തോളം രൂക്ഷമായിട്ടുള്ള രാസമാലിന്യങ്ങളാണ് ഈ പുഴയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. എന്തായാലും അധികൃതർ ഇതിനോടും ഒന്നും ഇതുവരേക്കും ഇവരുടെ ഒരു പരാതിയോ അല്ലെങ്കിൽ ഇവരുടെ ഒരു അവസ്ഥ പോലും കേൾക്കാൻ കഴിയാത്തൊരു രീതിയിലേക്ക് അധികൃതർ മാറിയിരിക്കുകയാണ്. ഇവർക്ക് എന്താണ് ഇതിനൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാകുമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഓരോ കർഷകനും ഉണ്ടായിരിക്കുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യന് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ഇതൊക്കെ കാണുമ്പോൾ ചോദിക്കാനുള്ളത്. എന്തായാലും മത്സ്യങ്ങളൊക്കെ ചത്ത് പൊങ്ങിയ അവസ്ഥയിലാണ്. പെരിയാറിന്റെ തീരത്തുള്ള പെരിയാറിൽ എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ. പലയിടങ്ങളിലും നമ്മൾ സന്ദർശിക്കുകയും ഇതുപോലെ മത്സ്യങ്ങൾ ചത്തു പൊങ്ങിയിരിക്കുന്നത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്.